സന്തോഷ് മണി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ശല്യം വളരെ രൂക്ഷമാണ്. ഈ വിഷയത്തിൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഈ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നമുക്കറിയാൻ പറ്റും, ഇന്ന് ഈ വേസ്റ്റൊക്കെ ഒരുപാട് എല്ലാ ഭാഗത്തുനിന്ന് വേസ്റ്റിൻ്റെ കൂടുകയും അതെല്ലാവരും തോന്നിയതുപോലെ വലിച്ചെറിയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പേപ്പട്ടി ശല്യം കൂടുതലായിട്ട് വരുന്നത്. ഇതുവരെ ലഭ്യമായ ചില കണക്കുകളിലേക്ക് പോകാം. ഈ നായയുടെ കടിയേറ്റ് ചികിത്സയ്ക്കായി ഇതുവരെ നമ്മൾ നഷ്ടപ്പെടുത്തിയ തുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷത്തെ മൊത്തം എമൗണ്ട് 17,95,21,090 രൂപ വരും. അതിലിപ്പോൾ അവസാന വർഷം മാത്രം 5 കോടിയിലധികം രൂപ നമ്മൾ ഇതിനായി ചെലവാക്കേണ്ടി വന്നു. കേരളത്തിൽ മാത്രം നായയുടെ ജനസംഖ്യ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ നായ്ക്കൾ 9,23,359 ഉണ്ട്. അതായത് 9,23,359. ഇത് 19ാം സെൻസസ് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ആൺ നായ്ക്കൾ 7,17,899, ഫീമെയിൽ ഡോഗ്സ് 2,05,460 വരും. ഇതിൽ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷത്തിൽ കൂടുതലുണ്ടെന്നാണ് സെൻസസ് പ്രകാരം വരുന്നത്. ഇതിൽ റൂറൽ ഏരിയയിൽ മാത്രമായിട്ട് ഇപ്പോൾ 2,33,483 നായ്ക്കളുണ്ടെന്നാണ് 90th ലിവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം അറിയാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും 2 ഇരട്ടി നായ്ക്കളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ 2 ഇരട്ടിയായിട്ടാണ് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ ഇതൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഭാവിയിൽ ബുദ്ധിമുട്ടും. 2-3 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതില്ല. എനിക്ക് ലഭ്യമായിട്ടുള്ള ചില ഫോട്ടോസും ചില ഇൻഫർമേഷനുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നായ സ്നേഹികളായ ആളുകൾ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ നായ്ക്കൾക്കെതിരെ നടപടി എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ വേൾഡ് വൈഡ് ബോയ്ക്കോട്ട് കേരള മൂവ്മെൻറ്റ് 2015 വേൾഡ് വൈഡ് ബോയ്ക്കോട്ട് കേരള മൂവ്മെൻറ്റ് 2015 സംഭവം ഉണ്ടാക്കുകയും എന്നിട്ട് കഴിഞ്ഞ 2015 ജൂലൈ 26 അവർ എല്ലാ സിറ്റിയിലും സമ്മേളിക്കുകയും കേരളത്തെ മൊത്തമായി ബാൻ ചെയ്യണം, ഇങ്ങനെ പാവപ്പെട്ട നായ്ക്കളെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം നമ്മുടെ സർക്കാർ വളരെ സീരിയസ് ആയി എടുക്കുകയും പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം ഒരു വിഭാഗം ഈ മൃഗസ്നേഹികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ തങ്ങൾക്ക് ഭയങ്കര വിശാല ഹൃദയം ഉണ്ടെന്നൊക്കെ കാട്ടിക്കൂട്ടുവാൻ വേണ്ടി ഇത്തരം ചർച്ചകളും എല്ലാം പ്രശ്നമുണ്ടാക്കുകയും പേപ്പട്ടികളെ ഒന്നും കൊല്ലാൻ പാടില്ല, അങ്ങനെ തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നൊരു തിയറിയാണ് അവർ പറയുകയും ചെയ്തത്. അവരുടെ മൃഗസ്നേഹം നമ്മളുടെ മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം മനുഷ്യനെ ബുദ്ധിമുട്ടാകുന്ന മൃഗങ്ങളെ തീർച്ചയായിട്ടും അവയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി നമ്മൾ എടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല കാണുന്നത്. കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഒരു വിഭാഗം മൃഗസ്നേഹികൾ കാരണം നമുക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട 1-2 കാര്യമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടുത്തെ കുറേ നടീനടന്മാർ നമ്മളിവിടെ പേപ്പട്ടികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരുവിലിറങ്ങിയ സംഭവമുണ്ട്. അതേപോലെ തന്നെയാണ് പശ്ചിമ ബംഗാളിലും ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നടീനടന്മാർ ഇറങ്ങുകയുണ്ടായി. അവർ പറയുന്ന ഒരിക്കലും ഈ നായയെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, അത് പേപ്പട്ടിയായാലും എന്തായാലും തിരക്കിടില്ല, അതിനെതിരെ ഒരു നടപടി എടുക്കരുത്, കേരളത്തെ ബാൻ ചെയ്യണമെന്നാണ് ബംഗാളിലെ നടീനടന്മാരുടെ സംഘടന അവർ വന്നിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നടീനടന്മാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ കോടീശ്വരന്മാർ അല്ലെങ്കിൽ മൃഗസ്നേഹികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന നായയും നമ്മൾ പറയുന്ന നായയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവരൊക്കെ ലക്ഷങ്ങൾ വില മതിക്കുന്ന നായയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. നമ്മൾ ഈ ഇവിടുത്തെ തെരുവ് നായ്ക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ ഈ നായ എന്നൊക്കെ പറഞ്ഞാൽ അവരെ കൂടെ അവിടെ ബെഡ്റൂമിൽ കിടക്കുന്നതും അവർ വീട്ടിൽ വളരെ ലൈവായിട്ടുള്ള ജീവിതത്തിൽ പുറലോകം കാണാത്ത നായകളെ കുറിച്ചാണ് അവർ പറയുന്നത്. അതുപോലുള്ള ഒന്നിനെ എന്തിനെ കൊല്ലണം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അതല്ല. നമുക്കിവിടെ പുറത്തിറങ്ങി എടുക്കാൻ പറ്റുന്നില്ല. രാത്രിയാണെങ്കിലും രാവിലെ പോലും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം അത്രയും കൂടുതലാണ്. ഇവരെല്ലാം ഇപ്പോഴും ഫ്ലൈറ്റിലും കാറിലും മാത്രം സഞ്ചരിക്കുന്നു. ഇവർക്ക് എന്ത് പേപ്പട്ടി ശല്യം വരാനാണ്, ഇവർക്ക് എന്ത് തെരുവ് നായ ശല്യം വരാനാണ്? അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ മൃഗസ്നേഹികളാണ് തങ്ങൾക്ക് ഭയങ്കര വിശാലതയുണ്ടെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി കുറേ ഹിപ്പോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും ചില മൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൃഗസ്നേഹികളെന്ന് പറയുന്നവർ ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം ഇനിയും ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതിപ്പോൾ 24 മണിക്കൂറും ഫ്ലൈറ്റിലും കാറിലും പോകുന്നവരൊന്നും ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരാനില്ല. നമ്മൾ സാധാരണമായിട്ട് ബൈക്കിലോ സഞ്ചരിക്കുന്നവർ അവർ കുറേ അപകടത്തിൽപ്പെടുന്നു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നവർ, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നവർ, അല്ലെങ്കിൽ നടന്നു പോകുന്നവർ, ഇങ്ങനെയുള്ള വളരെ സാധാരണക്കാരായ ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന്
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പല നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെയല്ലേ ഈ ഒരു തെരുവ് നായ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെതിരെയും നമുക്ക് നടപടി എടുത്തുകൂടി. ഒരു മൃഗത്തേക്കാൾ വില പിടിച്ചതല്ലേ ഒരു മനുഷ്യന്റെ ജീവൻ എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഗതികേടിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്, നമ്മുടെ ചാനലിലായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരായാലും ചർച്ച ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഏതൊക്കെ മന്ത്രിമാർ രാജിവെക്കണം, ഇവിടെ ബീഫ് ഇറച്ചി കഴിക്കണോ, അതല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചി കഴിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ബീഫ് ഇവിടെ നിരോധിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അതേപോലെ തന്നെ കുറേ ആളുകൾ കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് നടുറോട്ടിൽ ഉമ്മ വെക്കണോ, കെട്ടിപ്പിടിക്കണോ എന്നുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ സാധാരണ ജനങ്ങളുമായി അത്ര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതോടൊപ്പം ഈ തെരുവ് നായ ശല്യം അതെങ്ങനെ പരിഹരിക്കാം, ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ കോഴിക്കോടും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ എന്ന് പറയുന്നത് 6:15 ഇപ്പോൾ വന്ന ജനശതാബ്ദിയാണ്. അതെന്നെ ആഴ്ച 2 ദിവസമില്ല. അത് രാവിലെ ഒരു 4 മണിക്കൂർ ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇതുപോലുള്ള എത്രയോ ട്രെയിൻ സർവീസുകളുടെ കുറവുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ ആരുമില്ല. അതേപോലെ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇപ്പം ചാലക്കുടിയിലായാലും കൊയിലാണ്ടി ആയാലും വർക്കല തുടങ്ങിയ അങ്കമാലി തുടങ്ങിയ പല സ്റ്റേഷനുകളിലും പല മേജർ ട്രെയിനുകൾക്ക് പോലും അവിടെ സ്റ്റോപ്പില്ല. ഇതുപോലെ ഇതൊക്കെ സാധാരണ ജനങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള വിഷയങ്ങളിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കുകയും ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇതിന്മേൽ ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ജനങ്ങൾക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ഓരോ തവണ റെയിൽ ബജറ്റ് വരുമ്പോഴും കേരളത്തിന് കാര്യമായിട്ടൊന്നും കിട്ടാറില്ല. എസ്പെഷ്യലി ഈ മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് കാര്യമായിട്ടുള്ള ട്രെയിൻ സർവീസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ചകൾ വരേണ്ടത്. ഇപ്പോൾ തന്നെ ചെന്നൈയിൽ ശക്തമായ പ്രളയം ഉണ്ടായി. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളമൊക്കെ ഭൂമി ഉൽക്കത്തിൽ മണ്ണിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സമയത്ത് നല്ലൊരു ഭൂമി ഉൽക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ പച്ചക്കറി കൃഷി നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതേപോലെ പ്രളയമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശക്തമായിട്ടുള്ള വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ശതമാനം ആളുകളും വിദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും കാരണത്താൽ ഒരു വിഭാഗം മലയാളികൾ തിരിച്ചു വന്ന് അവരെ ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി നമ്മുടെ ശ്രദ്ധ പതിക്കുക. ഇതുപോലുള്ള ചർച്ചകൾ കേരളത്തിന് സംസ്ഥാനത്തിന് ടോട്ടലായി ആവശ്യമുള്ള ചർച്ചകൾ കൂടി നടത്തണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ ജനങ്ങളോടും എല്ലാ ചാനലുകാരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ, റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ, റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു കാവിൻ അറയിൽ. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു. മനത്ത് കാണുന്ന നക്ഷത്രമല്ല, മനസ്സിൽ പണിയുന്ന കൊട്ടാരമല്ല, മഞ്ഞിൽ
മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു. മരതക കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു. ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്, നഷ്ടങ്ങൾ അതിലേറെയുണ്ട്, ബന്ധങ്ങൾ ഒത്തിരിയുണ്ട്, വേദനകൾ കൂട്ടിനുണ്ട്. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ. റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ. റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം,